ആരോഗ്യം അമൂല്യം. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന മറവി രോഗങ്ങൾ. ഡോക്ടർ പ്രേംകുമാർ എസ് സംസാരിക്കുന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ന്യൂറോ സർജറിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. ഓർമ്മശക്തി കുറയുന്ന അവസ്ഥ സാധാരണയായി 65 വയസ്സ് കഴിഞ്ഞവരിലാണ് കാണുന്നത്. വളരെ അപൂർവമായി പ്രായം കുറഞ്ഞവരിലും കാണാം. പൊതുവെ ദൈനംദിന കാര്യങ്ങളിൽ ചിലത് മറന്നുപോവുക, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക, ഇതിൽ ഭൂരിഭാഗവും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അൽഷീമേഴ്സ് വിഭാഗത്തിലുള്ളതാണ്. എന്നാൽ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറഞ്ഞ വിഭാഗങ്ങളും ഇതിലുണ്ട്. ഒന്നാമതായി, തലച്ചോറിന്റെ രക്തധമനികളുടെ പല ഭാഗത്തുള്ള തടസ്സം മൂലം രക്തക്കുറവ് കൊണ്ട് ഉള്ള പക്ഷാഘാതം, മൾട്ടി ഇൻഫാക്ട് ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയും. ഇത് ഒരു പരിധിവരെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന എക്കോസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ തുടങ്ങിയ വിഭാഗത്തിലുള്ള മരുന്നുകൾ വഴി നമുക്ക് രക്തഓട്ടം കൂട്ടാം. അതുകൂടാതെ ബ്ലോക്ക് ഉള്ളവർക്ക് സ്റ്റെന്റ് തുടങ്ങിയ ഇന്റർവെൻഷൻ സർജറികളും ചെയ്യാം. അതിനുശേഷം മരുന്നുകൾ, ഫിസിയോതെറാപ്പി, കോഗ്നിറ്റീവ് തെറാപ്പി, സൈക്കോളജി സപ്പോർട്ട് കൊണ്ട് ഒരു പരിധിവരെ ഓർമ്മശക്തി വീണ്ടെടുക്കാം. പ്രായം കൂടിയവരിൽ കാണുന്ന ഒന്നാണ് ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ. തലച്ചോറിന്റെ ആവരണത്തിന്റെ ഉള്ളിൽ രക്തം കട്ട പിടിച്ച് ഉണ്ടാകുന്ന അവസ്ഥ. ഇതിന് പരുക്ക് കാണണമെന്നില്ല. പ്രായം കൂടിയവരിൽ തലച്ചോറ് ചുരുങ്ങിയ അവസ്ഥയിലായിരിക്കും. അപകടങ്ങളോ വീഴ്ചയോ ഉണ്ടാകണമെന്നില്ല. ചില പ്രത്യേക ചലനങ്ങൾ രക്തക്കുഴലുകൾ പൊട്ടാനും രക്തസ്രാവം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് CT സ്കാൻ വഴി കണ്ടുപിടിച്ച് കീഹോൾ ഓപ്പറേഷൻ വഴി രക്തക്കട്ട നീക്കം ചെയ്ത് പൂർണ്ണമായും ഓർമ്മശക്തിയും കൈകാലുകളുടെ ശക്തിയും ശക്തിക്കുറവും വീണ്ടെടുക്കാം. നോർമൽ പ്രഷർ ഹൈഡ്രോകെഫാലസ് അഥവാ NPH ഈ അടുത്ത കാലത്തായിട്ട് പ്രായം കൂടിയവരിൽ വളരെ കൂടുതൽ കാണുന്ന ഒരു മറവി രോഗത്തിന്റെ കാരണമാണ്. CSF ദ്രാവകത്തിന്റെ ഉൽപാദനത്തിലും ആഗിരണത്തിലുമുള്ള വ്യത്യാസം മൂലം തലച്ചോറിനുള്ളിൽ CSF പ്രഷർ കൂടുകയും CSF ദ്രാവകത്തിന്റെ കൂടുതൽ കൊണ്ട് രോഗിക്ക് സാവധാനം ഓർമ്മശക്തി നഷ്ടപ്പെടുകയും മൂത്രം അറിയാതെ ഇടവിട്ട് പോകുക, നടക്കുമ്പോൾ വേച്ചു പോകുന്ന അവസ്ഥ, നിയന്ത്രണം നഷ്ടപ്പെടുക മുതലായവ ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങളാണ്. ഇത് CSF ദ്രാവകം നട്ടലിൽ നിന്ന് എടുത്ത് അതിന്റെ നിഗമനത്തിലും MRI, CT സ്കാൻ തുടങ്ങിയ പരിശോധനകളിലൂടെയും ഇത് കണ്ടുപിടിച്ച് CSF ദ്രാവകം നീക്കം ചെയ്യുന്ന കീഹോൾ സർജറി അല്ലെങ്കിൽ പ്രത്യേക ട്യൂബ് BP ഷണ്ട് വഴി വയറിലേക്ക് CSF ദ്രാവകം തിരിച്ചുവിട്ടും രോഗിയുടെ ഓർമ്മശക്തി നല്ലൊരു പങ്കും വീണ്ടെടുക്കാം. പിന്നെ നമുക്ക് ഉള്ളത് വൈറ്റമിൻ B, തൈമിൻ ഡെഫിഷ്യൻസി. ഇത് കൂടുതലും പ്രായമുള്ളവരിലും മദ്യപാനികളിലും പോഷകാഹാരക്കുറവുള്ളവരിലും കാണുന്ന രോഗാവസ്ഥയാണ്. ഇതുമൂലം രോഗിക്ക് ഓർമ്മശക്തി പോകുക, കൈകാലുകൾക്ക് ബലക്കുറവ് തുടങ്ങി വരാം. ഇത് യഥാസമയത്ത് കണ്ടുപിടിച്ച് ഈ ജീവകം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഓർമ്മശക്തി വീണ്ടെടുക്കാം. രണ്ടാമതുള്ള വിറ്റാമിനാണ് B12. ഇത് സാധാരണ പ്രായമുള്ളവരിലും ആമാശയ സംബന്ധമായ രോഗമുള്ളവരിലും കാണാം. സസ്യാഹാരം കഴിക്കുന്നവരിൽ ചില ആൾക്കാരിൽ ഇത് കാണാറുണ്ട്. പ്രധാന ലക്ഷണം ഓർമ്മക്കുറവും കൈകാലുകൾക്ക് തരിപ്പ്, തളർച്ച, നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് ഒരു പരിധിവരെ B12 ടാബ്ലറ്റായും ഇഞ്ചക്ഷനായും കൊടുത്ത് രോഗിയെ പൂർണ്ണമായും സുഖപ്പെടുത്താവുന്നതാണ്. പ്രായം കുറഞ്ഞ ആൾക്കാരിൽ, പ്രധാനമായിട്ട് കൗമാരപ്രായക്കാരിൽ വിഷാദ രോഗം മൂലവും അമിതമായ ആകാംക്ഷ മൂലവും ഓർമ്മക്കുറവുണ്ടാവും. ഇതിന് സൂഡോ ഡിമെൻഷ്യ എന്ന് വരും. ഇതിന് കൗൺസിലിങ്ങും ഒരു സൈക്കാട്രിസ്റ്റിന്റെ ചികിത്സയിലും ഭേദപ്പെടാവുന്നതാണ്. ഹോർമോണുകളുടെ അഭാവം, പ്രധാനമായിട്ടും തൈറോയ്ഡ് ഹോർമോണിന്റെ അഭാവം, ഹൈപ്പോതൈറോയിഡിസം, അതുകൂടാതെ മാസമുറ നിന്ന സ്ത്രീകളിൽ ഈസ്ട്രജന്റെ കുറവ് മൂലമുള്ള ഓർമ്മക്കുറവ് കാണാറുണ്ട്. തൈറോയിഡിന്റെ അഭാവം പൂർണ്ണമായിട്ടും തൈറോയ്ഡ് ഹോർമോൺ നൽകി ഭേദപ്പെടുത്താവുന്നതാണ്. പ്രത്യേകതരം അമൈലോയ്ഡ് പ്രോട്ടീൻസ് തലച്ചോറിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥ, ഇത് തടുക്കുന്ന ആന്റിബോഡി വിഭാഗത്തിലുള്ള മരുന്നുകൾ ഭാഗികമായി ഫലപ്രദമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സമീപ ഭാവിയിൽ ഈ മേഖലയിലും നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന മറവി രോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രേംകുമാർ എസ്.